നിന്റെ ജീവിതത്തിൽ നീ കൊണ്ടുവരുന്നതെല്ലാം ചോർന്നു പോകുന്നെങ്കിൽ സൂക്ഷിക്കണം. നിന്റെ സമ്പത്തിന്റെ ഉടയവൻ, നിന്റെ അധ്വാനത്തിന് അനുഗ്രഹം തരുന്നവൻ തമ്പുരാൻ കർത്താവാണെന്ന് തിരിച്ചറിയുമ്പോൾ ആ തമ്പുരാൻ കർത്താവിനെ മുട്ടിപ്പായി പിടിച്ചാൽ നിന്റെ വീട് പാറമേൽ പണിയപ്പെട്ടൊരു ഭവനം പോലെ നിലനിൽക്കും. വിശ്വസിക്കുന്നവരൊന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, സാമ്പത്തിക മേഖലകൾ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവര് എഴുതിയെടുത്ത് ചില വചനങ്ങൾ പഠിച്ചോ കേട്ടോ. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ ഒരു പേപ്പറിൽ ഈ വചനം എഴുതിയെടുത്ത് ഈ നാളുകളിൽ ഈ വചനം ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും കടബാധ്യതയിൽ പെട്ട് കഴിയുന്നവർ, ഏതെങ്കിലും കാര്യങ്ങൾക്ക് പണം ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് വലിയ ഭാരത്തിൽ കഴിയുന്നവർ, സ്ഥലക്കച്ചവടം ആഗ്രഹിച്ചിട്ട് അത് നടക്കാൻ പറ്റാത്തവർ, ഒരു വീട് പണിയാൻ ആഗ്രഹിച്ചിട്ട് പൂർത്തിയാക്കാൻ പറ്റാത്തവർ, അങ്ങനെ തുടങ്ങി സാമ്പത്തികമായി പല പല ബാധ്യതകൾ, ഭാരങ്ങൾ അനുഭവിക്കുന്നവർ എഴുതിയെടുത്ത് പഠിക്കാൻ സങ്കീർത്തനം 37 വചനം 34, ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 37 വേഴ്സ് 34 വചനം പറയുന്നു, കർത്താവിനെ കാത്തിരിക്കുക, അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക, ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നിന്നെ ആദരിക്കും. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ.